മരണത്തിന്റെ ഭീകരത എത്ര വലുതെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞൂട്ടി ഉറപ്പിച്ചുകൊണ്ട് മരണത്തിൽ നിന്ന് വിടുവിപ്പാൻ ശക്തനായവൻ എന്റെ യേശു നിന്റെ സമീപമുണ്ട്. ആകയാൽ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നവൻ അറിയുന്നു രക്ഷിക്കപ്പെടുവാൻ ആർക്കു മനസ്സുണ്ട്. ഈ യേശുവിനെ രക്ഷിതമായി സ്വീകരിക്കാൻ ആർക്കു മനസ്സുണ്ട്? ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. രോഗികളാണോ? യേശു സൗഖ്യമാക്കും. കടഭാരത്താൽ നിലനിന്നുവോ? യേശു വഴികളെ തുറക്കും. കോടതിയിൽ ജപ്തി നോട്ടീസുമായി ഇരിക്കുന്ന വാത്സല്യ സഹോദരങ്ങളാണോ? എന്റെ കർത്താവ് അത് ഉചിതമായ വ്യക്തിത്വങ്ങളെ എഴുന്നേൽപ്പിച്ച് നിന്റെ കടത്തിന്റെ ചീട്ട് കീറിക്കളയണമെങ്കിൽ യേശുവേ ഞാൻ അങ്ങയെ സ്വീകരിക്കുന്നു. അങ്ങന്റെ രക്ഷകനാണ്, അങ്ങന്റെ കർത്താവാണ്. എന്റെ മേൽ കർത്തൃത്വം നടത്താൻ ഞാൻ ഇനി ആർക്കും വിട്ടുകൊടുക്കില്ല. ആരാധിപ്പാൻ യോഗ്യൻ, മാനത്തിനും മഹത്വത്തിനും യോഗ്യൻ അങ്ങല്ലാതെ ആകാശത്തിൻ കീഴിൽ മനുഷ്യരിൽ നൽകപ്പെട്ട മറ്റൊരു നാമവും ഇല്ല. ആ യേശുവിനെ കർത്താവിന്റെ രക്ഷിതാവുമായിട്ട് മുന്നോട്ട് പോയാൽ നിത്യ സ്വർഗം നമുക്ക് കിട്ടും, അല്ലെങ്കിൽ നിത്യ നരകത്തിൽ. ആ സത്യം ഓർത്തുകൊണ്ട് എല്ലാവരും കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിപ്പാൻ ഒരു സമർപ്പണത്തോടെ ആയിരിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.